ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തരാനുള്ളത് അത്ര സുഖകരമല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ തീർച്ചയായും എൻ്റെ ഈ ഒരു വീഡിയോ കാണണ്ട എന്നതിന് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ യുവതലമുറയിലെ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ഖേദം തോന്നിയുടെയൊക്കെ അവസ്ഥ കണ്ടിട്ട് പഠിക്കേണ്ട പ്രായത്തിൽ എല്ലാവരും തോന്നിവാസങ്ങളിലേക്കും പോകുന്ന മക്കൾ ഒരു ഭാഗത്തുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിക്ക് പഠിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ വേണം, ലൈഫ് സെറ്റിൽഡ് ആണെന്ന് വിചാരിച്ച് നിൽക്കുന്ന കുട്ടികളുമുണ്ട്. അവരെയും വഴിതെറ്റിക്കാൻ വേണ്ടി ഇവരെ പോലുള്ള ആൾക്കാർ നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്ന ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്നലെ കണ്ടേക്കുന്ന ഒരു വീഡിയോ, പല ആളുകളും ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ കാണിച്ചു തരാം. അതിന് മുന്നോടിയെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത മക്കൾ തീർച്ചയായും കാണരുത്. ഇന്ന് തൃശ്ശൂർ പൂരമാണ്. ആ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു രംഗാണ്. നമ്മുടെ കുറുപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിന്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട്. ഇതൊരു വീഡിയോ എടുത്ത് ആരെയും വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന്, ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ നാളെ അവരുടെ കൈകളിലെത്തുമ്പോൾ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ്, നമ്മുടെ ഉദ്യോഗസ്ഥര്, ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം. നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മുടെ നാട് വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം. നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപകടമാണ് ഉണ്ടാവുന്നത്. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി മതിമറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുന്നത്. പെൺകുട്ടികളാണ്, ആൺകുട്ടികൾ പല കാര്യങ്ങളാണ് ആ പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് വീട്ടില് മക്കള്. നമുക്ക് വേദന തോന്നുകയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്. പക്ഷെ നമ്മൾ നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ്. പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിൽ കത്തിയും പിച്ചാത്തി പല കാര്യങ്ങളും കയറും. പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിത്യേന പറഞ്ഞവർ കണ്ടുവരുന്നുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ, ട്രെയിനിൽ, അതുപോലെ പൊതുനിരത്തിൽ, സ്കൂളിൽ, കോളേജിൽ, കോമ്പൗണ്ടിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല ആളുകളും വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് തന്നെ പേടിയാണ്. കാരണം നാളെ അവർക്കെതിരെ തിരിയുമോ ജനങ്ങൾ എന്നുള്ളതിൽ. ഇപ്പം ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടു റോട്ടിൽ നിന്നൊക്കെ കാണിക്കുന്ന ടൈമിൽ ആരെങ്കിലും പോയിട്ട് ചോദിക്കുമോ? ചോദിക്കാൻ ഒരുത്തർക്ക് ഇപ്പം ധൈര്യമുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ തോന്നിവാസത്തിന് കുടപിടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എന്തും എവിടെയും എങ്ങനെയും ചെയ്യാന്നുള്ള നിലയിലെത്തി കാര്യങ്ങൾ. ഇവരോട് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ രാജേഷ് നാഥ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ പള്ളക്കങ്ങ് കത്തി കയറും, അല്ലെങ്കിൽ 2 അടി അങ്ങ് കിട്ടും. ഇവരൊക്കെ അങ്ങനെ ആയിട്ടുള്ളത് എന്തിനും ഏതിനും പോകുന്ന രീതിക്കാണ് ഇപ്പോഴുള്ള യുവാക്കള് വളർന്നു വരുന്നത്. എല്ലാവരെയും കുറ്റം പറയാൻ പറ്റില്ല, അടച്ചാക്ഷേപിക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ അതുകൊണ്ട് തരുന്ന എല്ലാവരും അല്ല, ചുരുക്കം ചില പേര് ഇവരെ കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ളവരും ആ നിലയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവരെന്തെയും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ ഇവരെ വഴിയിലേക്ക് അങ്ങ് കൊണ്ടുവരും. നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്, വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പല ആളുകളും വേണമെങ്കിൽ ബാഡ് കമന്റും കാര്യങ്ങളൊക്കെ എനിക്കെതിരെ വന്നിട്ട് പറയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ വീട്ടിലെ മകളോ മകനോ സഹോദരനോ സഹോദരിയോ ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്കെങ്കിലും ഒരു ബോധം വരികയുള്ളൂ. ഇപ്പൊ ഈ മക്കളുടെ മാതാപിതാക്കളൊക്കെ കാണുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ അവരുടെ അവസ്ഥ ആലോചിച്ച് നമ്മളിപ്പോഴുള്ള ആൾക്ക് നല്ല സങ്കടമുണ്ട്. നമ്മുടെ മക്കൾ നാളെ ഇതുപോലെ ആകുമോ എന്നുള്ള വേദന നല്ലോണമുണ്ട്. പക്ഷെ ഈ കാണിച്ചു കൂട്ടുന്ന പയ്യന്മാർക്കോ അല്ലെങ്കിൽ പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? വീട്ടുകാരെ കുറിച്ച് ആരെങ്കിലും കാണുമെന്നുള്ളൊരു ചിന്തയുണ്ടോ? എന്തുകൊണ്ട് ഈ തലമുറയിലെ മക്കൾ ഇതുപോലെ ആവുന്നു? ഇന്ന്
ലഹരി ആയിക്കഴിഞ്ഞാലും ഇതുപോലുള്ള പെൺവിഷയം ആയിക്കഴിഞ്ഞാലും നടു റോട്ടിൽ കിടന്നിട്ട് എന്തും ചെയ്യാന്നുള്ളൊരു തോന്നിവാസത്തിലേക്ക് ആവുന്നുണ്ട്. ചിന്തകളൊക്കെ അങ്ങനെ ആവുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും നിയമം അനുവദിച്ചുകൂടാ. ഇതിനെതിരെ ശക്തമായിട്ട് മുതിർന്നവർ തന്നെ രംഗത്ത് വരണം. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എത്തിപ്പെടണം. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാണോ വേണ്ടത്? പ്രോത്സാഹിപ്പിക്കുകയാണോ വേണ്ടത്? ഇതിനൊന്നും ചോദ്യം ചെയ്യണ്ടേ? ഇനി അങ്ങനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ പിന്നെ അവര് സദാചാര പോലീസായി, സദാചാര ഗുണ്ടയായി. കുറച്ചു പേരെങ്കിലും പറയുമായിരിക്കും ഇന്നത്തെ യുഗം അങ്ങനെയാണ്, ഇപ്പൊ ഇതാണ് ട്രെൻഡ്, ഇപ്പോഴുള്ള മക്കൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഇതിനു മുന്നേറ്റൊരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞേക്കുന്ന ഒരു കമന്റ് ആയിരുന്നു, പിള്ളേർ ഇതൊക്കെ കണ്ട് പഠിക്കട്ടെ, ഇതൊക്കെ ആസ്വദിച്ചിട്ട് വളരട്ടെ എന്നുള്ളത്. ഇതാണോ ആസ്വദിക്കേണ്ടത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് പോലെ പഠിക്കുന്ന ടൈമിൽ പഠിക്കുക. ഇപ്പൊ കുട്ടികള് ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങ് മുഴുകുന്ന ടൈമിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ തീരെ ഉണ്ടാവില്ല. മാതാപിതാക്കൾ എന്താ ചിന്തിക്കുക? എൻ്റെ മക്കൾ പഠിക്കണം, പഠിച്ച് വലിയ ഉയരത്തിലെത്തണമെന്നല്ല, നല്ലൊരു വ്യക്തിയെങ്കിലും ആവണം, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം അത് കണ്ടുപിടിക്കാൻ അവർക്ക് അവരുടെ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് പറ്റണം എന്നുള്ളതാ. പക്ഷെ ഇന്നത്തെ മക്കൾ, ചെറിയ കുട്ടികളടക്കം ഒളിച്ചോടിയിട്ടാ പോകുന്നത്. ഒളിച്ചോട്ടങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്നൊരു സംഭവമായിട്ടുള്ളത്. പേരൻസിനൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും മക്കളിൽ, അവരുടെ ഭാവി ആലോചിച്ചിട്ട്, വേറൊന്നുമല്ല, അവരുടെ ഭാവിയെ ചിന്തിച്ചിട്ട്. അതൊക്കെ അങ്ങ് തൊലക്കുന്ന അവസ്ഥയിലാക്കാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇവർക്ക് വേറൊന്നിനും ശ്രദ്ധ വരുന്നില്ല. ഇനി ഇത് വീട്ടുകാർ ചോദ്യം ചെയ്താലോ? അവരോടായി ദേഷ്യം. പിന്നെ അവർ ഞങ്ങളുടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങളുടെ നല്ലൊരു ഭാവിക്ക് തടസ്സം നിൽക്കുന്നു, അതുകൊണ്ട് അവരെ എനിക്ക് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് പല ആളുകളും ഒളിച്ചോടി പോകുന്നത്. പിന്നീട് എന്താണ് ജീവിതമെന്ന് ജീവിതത്തിന്റെ കയ്പുനീര് കംപ്ലീറ്റ് കുടിക്കുന്ന ടൈമിൽ മനസ്സിലാക്കും വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയൊക്കെ പവർ. അവരുടെ വാക്കിന് ഒരു വിലയെങ്കിലും അന്ന് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. അപ്പോഴേക്കും ടൈം അതിക്രമിച്ചിട്ടുണ്ടാവും. കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന ടൈമിൽ അതിനെ അതിജീവിക്കാൻ കഴിയാത്ത അവസരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്നു പല ആളുകളും പോകുന്നു. ഈ കൗമാരത്തിന്റെ മാധുര്യം ഇതുപോലെ നുണയുന്ന ടൈമിൽ മനസ്സിലാക്കുന്നില്ല ജീവിതമാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതെന്നുള്ളത്. ഇപ്പൊ ഒരു ഡോക്ടർ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ എത്ര പേര് വരുന്നുണ്ടറിയോ, വിദ്യാർത്ഥികള് അബോർഷന് വേണ്ടിയിട്ട് എത്ര പേരുണ്ടറിയോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നുള്ളത്. ഡോക്ടർ പച്ചയായിട്ട് പറഞ്ഞ കാര്യമാണിത്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്? ഒരിക്കലെങ്കിലും ഒരു വിശകലനം നടത്തിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമായിരുന്നു. ഇന്ന് ഇതൊക്കെ പൊതുനിരത്തിൽ നടു റോട്ടിൽ കാണുന്ന അവസരത്തിലും ചോദിക്കാൻ വേണ്ടിയിട്ട് പലർക്കും ധൈര്യം ഉണ്ടാവുന്നില്ല. നമ്മുടെ ഭരണ സംവിധാനം ഇതിനെ അനുകൂലിക്കുകയാണോ, ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയാണോ? നമ്മുടെ മക്കൾ വൈതെറ്റിപ്പോട്ടെ എന്നുള്ളത് പ്രൊമോട്ട് ചെയ്യുകയാണോ? തീർച്ചയായും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിച്ചിട്ട് മുന്നോട്ട് തന്നെ വരണം. അതുപോലെ തന്നെ നിയമസഹായം ഇവരെപ്പോലുള്ളവർക്കല്ല, ഇവരെ പെറ്റുപോറ്റി ഈ നിലക്ക് ഇത്ര വലുതാക്കിയെടുത്ത മാതാപിതാക്കളില്ല, അവരെ സപ്പോർട്ട് ചെയ്യണം. അവരാരെങ്കിലും അനുകൂലിക്കുക? ഇനി ഇവരെ അനുകൂലിക്കുന്ന ആളുകളുടെ വീട്ടിൽ ഇതുപോലുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവരും രംഗത്ത് വരും. ആരും അനുകൂലിക്കാൻ പോലും വരില്ല. സ്വന്തം കുടുംബത്തിലെത്തുന്നത് വരെ ബാക്കിയുള്ളവർക്കൊക്കെ വെറും ഇതൊക്കെ കഥയായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊക്കെ കേട്ട് രസിക്കാൻ പറ്റുന്ന സംഭവമായിരിക്കും. അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന്, അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്നുള്ളത് മനസ്സിലാക്കണമെന്ന് സ്വന്തം വീട്ടിൽ വരണം. കാണുമ്പോൾ തീർച്ചയായും വളരെയധികം വിഷമം തോന്നുന്നുണ്ട് എനിക്ക്. കാരണം നമ്മുടെ മക്കൾ നാളെ ഇതേപോലുള്ള അവസ്ഥയിലേക്ക് പോയി പോകുന്നുള്ള പേടി ഓരോ ദിവസവും ഓരോ മാതാപിതാക്കൾക്കുമുണ്ട്, അതുപോലെ എനിക്കുമുണ്ട്. ഇപ്പൊ ഇവര് നടുറോട്ടി കിടന്നിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളുണ്ടല്ലോ, ഇതൊക്കെ ഒരു താൽക്കാലിക സുഖമാണെന്ന് ഇവർ മനസ്സിലാക്കി വരുമ്പോഴേക്കും ജീവിതം മുഴുവനായി അങ്ങ് നശിച്ചു പോയിട്ടുണ്ടാവും. പിന്നീട് ഇതിനെ ആലോചിച്ച് ദുഃഖിക്കാനേ അവർക്ക് ടൈം ഉണ്ടാവുകയുള്ളൂ. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ആർക്കും ആവില്ല. ഇപ്പൊ ഇവർ പുറത്തു നിന്ന് കളിക്കുന്നു. ഇവരൊരു റൂമിലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നീട് നമ്മുടെ മക്കളെ ഏത് നിലയിലാണ് നമ്മൾ കാണേണ്ടി വരിക? പലതരത്തിലുള്ള ആത്മഹത്യകൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ എന്താണ് അതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടത്? എന്താണ് അതിനൊക്കെ ഒരു ഉത്തരം പറയേണ്ടത്? സങ്കടം തോന്നുന്നു, വളരെയധികം വേദന തോന്നുന്നു. അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നമ്മുടെ മക്കളെയൊക്കെ തൊട്ട് റബ്ബ് കാക്കട്ടെ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാവുന്നുള്ളൂ. നമ്മൾ എത്രയൊക്കെ വിചാരിച്ചാലും എത്രയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് കരുതിയാലും ഇതുപോലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കൂടി നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് പോവുക. എല്ലാ മക്കളുടെ മേലും മാതാപിതാക്കളുടെ ഒരു കണ്ണ് തീർച്ചയായും വേണം. അതിനി അവര് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നമ്മളെ മോശപ്പെടുത്തിയിട്ട് മാറ്റി നിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ കൂടെ എന്നും നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കണം. അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് ഇതേ നമുക്കിനി ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല.
ദിനം പ്രതി ഇതുപോലുള്ള വാർത്തകളും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്ന ടൈമിൽ വിഷമിക്കാനല്ലാതെ വേറെ ഒന്നും ചെയ്യാനാവുന്നില്ല. തീർച്ചയായും നല്ലൊരു നിയമ നടപടി ഉണ്ടായാൽ മാത്രമേ കുറച്ചെങ്കിലും മാറ്റം ഇവിടെ വരികയുള്ളൂ. അല്ലാതിരുന്നാൽ ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും.